എങ്ങനെയാണ് സഹോദര അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നതിന് നീ ആശംസ പറയുക? ഇത് ഗുരുതരമായ കാര്യമാണ് സഹോദരങ്ങളെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഖുർആനിൽ അതിന്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് അല്ലാഹുവിന് ഒരു സന്താനമില്ല എന്ന്. അല്ലാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്നവർ അവർ അതിന്റെ പേരിൽ ആഘോഷിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ആഘോഷങ്ങൾക്ക് ആശംസകൾ നൽകുക എന്ന് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച ഒരു മുസ്ലിമിനെ യോജിച്ചതല്ല. എങ്ങനെയാണ് അവൻ അതിന് സാധിക്കുക? ചിന്തിച്ചു നോക്കൂ. അവന്റെ പിതാവിന് ഒരു ജാരസന്തതി ഉണ്ടായിട്ടുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു പരത്തുകയും ആ ദിവസം ആളുകൾ ആഘോഷമാക്കി കൊണ്ടാടുകയും ചെയ്താൽ അവൻ ആഘോഷത്തിന് ആശംസ പറയുമോ? ചിന്തിക്കുക നിങ്ങൾ. ഇന്ന് ആളുകൾ പറയുന്നു അതൊക്കെ ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അല്ല, അത് പ്രശ്നമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. അവന്റെ പേരിലാണ് നമ്മൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്, അവനിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്, അവനാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചീത്ത പറയുക എന്നതിന് സമാനമാണ് അല്ലാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് വാദിക്കാൻ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ശതമനി ഇബ്നു ആദം, എന്റെ ആദമിന്റെ സന്തതി അവൻ എന്നെ ചീത്ത പറയുന്നു, അവൻ എന്നെ മോശമായ വാക്കുകൾ പറയുന്നു. വഅമ്മാ ശത്മുഹു ഇയ്യായ ഫഖൗലുഹു, എന്നെ അവൻ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവൻ എന്നെ കുറിച്ച് പറയുന്നു വലദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മകന് ജന്മം നൽകിയിരിക്കുന്നു എന്ന് അവൻ പറയും. അത് അവൻ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി അറിയിക്കുകയാണ്. എങ്ങനെയാണ് സഹോദര അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നതിന് നീ ആശംസ പറയുക? ഇത് ഗുരുതരമായ കാര്യമാണ് സഹോദരങ്ങളെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ അവരോട് മോശമായി പെരുമാറണമെന്നല്ല, അവരോട് അതിക്രമം കാണിക്കണമെന്നല്ല, അവരോട് നന്മയിൽ വർത്തിക്കണം. അവർ നമ്മെ ഉപദ്രവിക്കാത്തിടത്തോളം അവർക്ക് നന്മകൾ ചെയ്യണമെന്ന് ഖുർആനിലെ ആയത്തുകളിലൂടെ പഠിപ്പിച്ചവനാണ് നമ്മുടെ റബ്ബ്. അവരോട് അനീതി, അവർ യുദ്ധങ്ങളിൽ നമ്മെ വധിക്കുന്നതിന് വേണ്ടി വന്നാൽ പോലും അവരോട് അതിക്രമം ചെയ്യാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയവനാണ് നമ്മുടെ റബ്ബ്. പക്ഷേ ആ റബ്ബിന് ഒരു സന്താനമുണ്ട് എന്ന് പറയുന്നവർ അവർക്ക് ആശംസ പറയുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ഇന്ന് ആളുകൾ ഇതാ വീടുകൾക്ക് മുകളിൽ അവർ ഈ പറയുന്ന വിളക്കുകൾ കൊളുത്തുന്നു, കടകളിൽ ഇതിന്റെ ആഡംബരങ്ങൾ, ഈ പറഞ്ഞ ആഘോഷത്തിന്റെ അടയാളങ്ങൾ കടകളിൽ അവർ പുറത്തു വെക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആഘോഷ ദിവസമെത്തിയാൽ കടകളുടെ പേരിൽ ആശംസകൾ, അവന്റെ വ്യക്തിപരമായ പേരിൽ ആശംസകൾ പറയുന്നു. ഇത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു നാം ഏവരെയും അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന മുവഹിദുകളായി, മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി മരിപ്പിക്കുമാറാകട്ടെ.